ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ജില്ലാതല സമാപന പരിപാടി പെരിയ കുടുംബാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ നടന്നു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ BA ഷാഫി ഉദ്ഘാടനം ചെയ്തു. This news sponsored by ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസ്, വനിതാ ശിശുവികസന വകുപ്പ്, ദേശീയ ആരോഗ്യ ദൗത്യം എന്നിവ സംയുക്തമായാണ് ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇതിന്റെ ജില്ലാതല സമാപന പരിപാടി പെരിയ കുടുംബാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ BA ഷാഫി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വാർഡ് അംഗം A സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗം R രതീഷ്, പെരിയ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ DG രമേശ്, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ PP ഹസീബ്, ജില്ലാ MCH ഓഫീസർ സ്റ്റെല്ല ജോസഫ്, ഹെൽത്ത് സൂപ്പർവൈസർ ബിജു ബാലുശ്ശേരി, ഹെൽത്ത് ഇൻസ്പെക്ടർ MV അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ICDS കാഞ്ഞങ്ങാട് ശിശുവികസന പദ്ധതി ഓഫീസർ K ബീന സ്വാഗതവും ICDS സൂപ്പർവൈസർ TM ഗ്രീഷ്മ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന ബോധവൽക്കരണ സെമിനാറിൽ കുടുംബാരോഗ്യ കേന്ദ്രം പെരിയ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ CV ദിവ്യ, ജില്ലാ മാനസികാരോഗ്യ പരിപാടി നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് കൃഷ്ണൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. സ്ഥിരമായ ഒരു തുടക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശക്തിപ്പെടുത്തുകയാണ്, ബ്രസ്റ്റ് ഫീഡിംഗ് ശക്തിപ്പെടുത്തുകയാണ്. ഓരോ കുട്ടിയുടെയും സുസ്ഥിരമായ ഒരു തുടക്കത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലേ? അമ്മമാർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, കുട്ടികൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പം എന്തൊക്കെയാണ് അമ്മമാർക്ക് ബ്രസ്റ്റ് ഫീഡിംഗ് കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ്? നമ്മുടെ ഡെലിവറി കഴിഞ്ഞ ഉടനെ അമ്മയുടെ യൂട്രസ് ഒക്കെ ചുരുങ്ങാനും നമ്മൾ ആദ്യത്തെ ഒരു ബ്ലീഡിംഗ് ഒക്കെ ഒന്ന് കൺട്രോൾഡ് ആവാനും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മയും കുഞ്ഞും തമ്മിലൊരു ബോണ്ടിങ് അതുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് നമ്മൾ ഈ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക്. പിന്നെ അമ്മമാരുടെ ഒരു മാനസിക ഒരു അവസ്ഥയൊക്കെ നമുക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ഒക്കെ ആയിരിക്കും അല്ലേ? പെട്ടെന്നൊരു റിലാക്സ്ഡ് ആയ ഒരു ഗർഭകാലമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഫസ്റ്റ് ബേബിയൊക്കെ ആകുമ്പോൾ ഒന്നും അറിയില്ല, എന്താണ് എങ്ങനെ പാല് കൊടുക്കേണ്ടത്, എത്ര കൊടുക്കേണ്ടത്, പാലില്ല, ആരൊക്കെയോ വരുന്നു എന്തൊക്കെയോ പറയുന്നു അല്ലേ? അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ കേട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് തലച്ചോറിന്റെ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ്. വായിച്ച് മനസ്സിലാക്കുക, കേട്ട് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് തലച്ചോറ് പ്രവർത്തിക്കേണ്ട കൂടെ ഒരു സംഭവമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫറ്റീഗ് അടിക്കും. ഫറ്റീഗ് എന്ന് വെച്ചാൽ തളർച്ച വരും. ആ തളർച്ച, ബ്രെയിൻ തളർച്ച, നമ്മുടെ തലച്ചോറ് തളർച്ചയിലേക്ക് പോകുമ്പോഴേക്കും പറ്റുന്നത് ആ ശ്രദ്ധ മെല്ലെ 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 പോയി വേറെ കാര്യത്തിലേക്ക് ശ്രദ്ധ വരാം, ഇൻട്രസ്റ്റ് ഉള്ള വേറെ വീട്ടിലത്തെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വരാം. അംഗനവാടി പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. മുലയൂട്ടലിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വ്യാപകമായ ബോധവൽക്കരണം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കുന്നത്. ഈ വർഷത്തെ വാരാചരണത്തിന്റെ സന്ദേശം മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ്. കേരളത്തിൽ ജനിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ മുലയൂട്ടൽ ആരംഭിക്കുന്ന കാര്യത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇത് സാധ്യമാകുന്നതിനുള്ള സാമൂഹിക പിന്തുണ വിവിധ തലങ്ങളിൽ ഉറപ്പാക്കുന്നതിനും വാരാചരണം ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരിയ.